നമ്മൾ എസോസിനാരെ കൊണ്ട് ചവറ് ഇവിടെ ഇട്ടിരിക്കുന്നു. ലീഗലായി വണ്ടി ഇപ്പം ലീഗലാണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റോക്ക് സൈലൻസർ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ. അപ്പോൾ ഇതിനെ ഒന്ന് വച്ച് കുറേ ദിവസമായി ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് പിന്നെ വണ്ടി തീരെ മൈലേജ് ഇല്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊന്ന് രാവിലെ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ RRP ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ തുടക്കം നമ്മൾ എസോസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഉള്ളവരും വണ്ടി ഇല്ലാത്തവരും കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി എസോസ്റ്റ് വയ്ക്കാം. ഇൻട്രോ എടുക്കാൻ വേണ്ടി എസോസ്റ്റ് തൂക്കി പിടിച്ചുകൊണ്ട് പോയതാണ്. ഏകദേശം 10 കിലോ 12 കിലോ എന്തോ ഒരെണ്ണത്തിന് വെയിറ്റ് ഉണ്ട്. രണ്ടിനും കൂടെ ആകുമ്പോൾ ഏകദേശം 22 കിലോ 24 കിലോ എന്തോ വെയിറ്റ് ഉണ്ടെന്നാണ് കമൻറ്റിൽ വന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും എന്തായാലും സെറ്റാക്കാം. നമ്മളുടെ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്നും ഇപ്പം വയ്ക്കുന്നില്ല, കാരണം വേറൊരു അപ്ഡേറ്റ് നമ്മളുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ റെഡ് റോസ്റ്റർ നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ വണ്ടി സൈലൻസർ ഇല്ലാതെ താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിനെല്ലാം കൂടെ തൂക്കിയെടുത്ത് നമുക്ക് കാർഷടി പോയിട്ട് കാണാം. അതിനുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കുക, കാണാം. നമ്മൾ എസോസിനാരെ കൊണ്ട് ചവറ് ഇവിടെ ഇട്ടിരിക്കുന്നു. ചവറുകൾ ഇട്ടല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരേതിരിക്കാൻ വേണ്ടി ചവറിൻ്റെ പുറത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇതായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ 2 സൈലൻസറും ഇല്ല, നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. RRP നമ്മൾ ഊരി സേഫായിട്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പം RRP ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എനിക്ക് ഇൻസ്റ്റയിൽ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യും. അതിൽ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന റേറ്റിൽ നമുക്ക് സെറ്റാക്കാം. അപ്പം ഒരു RRP ഇരിപ്പുണ്ട്, വിത്ത് DB കില്ലർ എല്ലാം ഉള്ള സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്ക് സൈലൻസർ ഇല്ലാത്ത വെറും ബെൻഡ് വൈപ്പിലുള്ള ശബ്ദം നിങ്ങൾ ഒരുപാട് നേരം കേട്ട് കാണും. എനിക്ക് വീണ്ടും കേൾക്കുക എന്തോ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ സ്റ്റോക്ക് സൈലൻസർ ഇതോ ഇരിപ്പുണ്ട്. അപ്പോൾ സംഭവം കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത്. നാളെ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഇത് കഴുകാൻ പോകുന്നില്ല. വണ്ടി ഓൾറെഡി ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നിലവിൽ ഫ്യൂവൽ നല്ല കുറവാണ്, റിസർവിലാണ് 2 ദിവസം കൊണ്ട് ഓട്ടം. അപ്പോൾ എന്താ ഇപ്പം 3 കട്ട. ഓ വെരി ഗുഡ്. പുറത്തുള്ള വണ്ടിയൊക്കെ ഒന്ന് പോട്ടെ, ഒന്നുകൂടെ കിൽ സ്വിച്ച് അടിക്കാം. വണ്ടി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. ഇപ്പം കണ്ടോ ഒരു സൈലൻസർ ഇല്ലാത്ത ലുക്ക്. അധികം നേരം ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് ചെയ്തണ്ട ഇപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ശബ്ദം കേട്ടില്ലേ, അതിൽ തന്നെ ഇവിടെ അമ്മച്ചി ഞെട്ടിയിട്ടുണ്ട്. കണ്ടോ വൺ ലുക്കല്ലേ. ഗൈസ് മതി ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ട്, കാരണം ഇത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ശബ്ദം. അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് എന്നെ നോക്കുന്നുണ്ട് കണ്ടോ, അതാ. അപ്പം ഒരുപാട് നേരം ഇട്ട് ശബ്ദം ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോക്ക് സൈലൻസിനെ കയറ്റാം. ഇതൊക്കെ അന്ന് റെഡ് റോസ്റ്റ് വയ്ക്കാൻ വേണ്ടി എടുത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി ഇത് വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇതിൽ സൂട്ടാവോ നോക്കണം. അപ്പോൾ എന്തായാലും നമ്മളെ സ്റ്റോക്ക് സൈലൻസറിലോട്ട് തിരിച്ചാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സൈലൻസറിൽ സെറ്റ് ചെയ്യാം. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന് നോക്കിയിട്ട് ഇതാണെന്ന് തോന്നുന്നു റൈറ്റ്. അപ്പോൾ ഇതിനെ ഒരയാതെ പതിയെ സെറ്റാക്കാൻ പോകണം. അപ്പം വച്ചിട്ട് കാണാം, കാരണം വയ്ക്കുന്നതല്ലെങ്കിൽ നോക്കട്ടെ. ഇതിനകത്താണ് കയറ്റേണ്ടത്. വയ്ക്കാൻ പറ്റുന്നുണ്ട് അമ്മി. ഓക്കെ, തിരുക്കി കയറ്റണം. ഞാൻ എന്തായാലും വച്ചിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ നേരെ ഊരി വയ്ക്കുന്ന കാര്യം, പക്ഷേ നേരെ എന്നല്ല, ഈ ക്ലാമ്പൊക്കെ ഊരി വയ്ക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. കാരണം നാളെ ഒരു കിടിലം അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ പണി പാളും. എനിക്കിത് കേൾക്കണം, ഈ ശബ്ദം, സ്റ്റോക്ക് സൈലൻസറിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പോൾ എന്തായാലും വച്ചോട്ടിക്ക് ഇന്ന് എന്തായാലും ഈ വണ്ടി എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് ശബ്ദം കേൾക്കുക, അങ്ങനെ വെക്കുക. നാളെ മാറ്റും, വേറൊരു സാധനം വരണുണ്ട്. അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നാളെ കിട്ടുമെന്നാണ് തോന്നുന്നത്. കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ ഇല്ല. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കാം, അതാണ് നല്ലത്. കാരണം ഇതൊക്കെ ഊരിക്കഴിഞ്ഞാൽ നാളെ എന്തായാലും വീണ്ടും ഇതൊക്കെ തിരിച്ച് ഊരേണ്ടി വരും. അപ്പോൾ ഞാൻ വൈഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് കയറ്റി വയ്ക്കാം. കയറ്റുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ തട്ടും. അപ്പോൾ ഇതിനെ തിരിച്ച് വെച്ചാലേ നമുക്ക് സാധാരണ ഉള്ള സൈലൻസറൊക്കെ വയ്ക്കാൻ പറ്റും. ഇത് വലിയ കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൽ ബോൾട്ട് ഇട്ട് തിരിക്കാൻ പറ്റില്ല. ബോൾട്ട് ഇടുമ്പോൾ ഇവിടെയാണ് ബോൾട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു ക്ലാമ്പ് വരുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഊരി വെച്ചിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. സപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട. ലീക്ക് ചെറുതായിട്ട് വരുമായിരിക്കും, കാരണം ഇപ്പം കേൾക്കാനല്ലേ. അമ്മേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഈ സൈഡ് ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നുണ്ട്. തറയിൽ വീഴ, ഇതിൽ പെട്ടെന്ന് കയറി. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ.
ഓക്കെ ഗൈസ്, അങ്ങനെ 2 സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ലുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ലീഗലായി, വണ്ടി ഇപ്പം ലീഗലാണ്. ഇനി സൈഡിലത്തെ ഇതൊക്കെ എടുത്ത് വയ്ക്കണം. എന്തായാലും ലീഗലിട്ടുള്ള കളികളൊന്നും നമ്മളില്ല. എന്തായാലും ഈ ശബ്ദം ഒന്ന് കേൾക്കണം. കുറേ ദിവസമായി ഈ ശബ്ദം കേട്ടിട്ട് ഈ എവിടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അകത്ത് വയ്ക്കട്ടെ കേട്ടോ. ഇതൊക്കെ എന്തായാലും ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ പൊതിഞ്ഞ് അകത്ത് വെച്ചിട്ട് സമാധാനമായിട്ട് ഈ ശബ്ദം ഒന്ന് കേൾക്കാം. ഇങ്ങോട്ട് മടക്കുക, ഇതിലിടാ, ഈ കവറിലേക്ക് ഇട്ട് അതിൻ്റെ അകത്തൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ സെറ്റ്. അപ്പോൾ എന്തായാലും നമ്മളുടെ കീ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. സമാധാനമായിട്ട് ഈ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. എൻ്റെ മോനെ, എത്ര ദിവസമായെന്നറിയും ഈ ഒരു വിസിൽ ശബ്ദം കേട്ടിട്ട്. ഇത് ക്യൂട്ടാ. ഇതിനാണോ ഞാൻ റെഡ് റൂസ്റ്റർ എടുത്ത് വെച്ചത്? റെഡ് റൂസ്റ്റർ വയ്ക്കുമ്പോൾ മാരക ശബ്ദമാണ് കേട്ടോ. ഇത് വയ്ക്കുമ്പം സമാധാനമുണ്ട്. ലീക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഇല്ല, വലിയ ലീക്കൊന്നുമില്ല. ഓ ഗൈസ്, സമാധാനം. ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരാളും പിടിക്കില്ല. പക്ഷേ കുറച്ചുകൂടെ ബൾക്ക് ലുക്കായി. നേരത്തെ ഇത്രയും സൈസൊന്നും ഇല്ലായിരുന്നു, ഇപ്പം കുറച്ച് ബൾക്ക് ലുക്കായി. എന്നാലും സാരമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ബാക്ക് ടു സ്റ്റോക്ക് ലുക്ക്. ഓ, എന്ത് സമാധാനമുള്ള ശബ്ദമല്ലേ. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കട്ടെ. ഓ, എത്ര ദിവസമായെന്നറിയാം ഈ ശബ്ദം കേട്ടിട്ട്. എത്ര ദിവസത്തെ ആഗ്രഹമാണ്. ഇത്ര ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ. സ്റ്റോക്ക് സൗണ്ടേ, നമ്മൾ എക്സോസ്റ്റ് വെച്ചിട്ട് മുഴങ്ങി ഇരുന്നിട്ട് മാറ്റുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുള്ള ശബ്ദമാണ്. എന്തായാലും നാളെ മാറ്റും, അത് വേറെ കാര്യം. ഇപ്പം ഇങ്ങനെ വെച്ച് കേൾക്കാം. ബോൾട്ടും കാര്യങ്ങളൊക്കെ വെച്ച് വീണ്ടും റൂമിൽ കയറ്റാം. നാളെ ചിലപ്പോൾ സാധനം വരും. എന്നാൽ ഏതാണെന്ന് കാണിച്ചു തരാം. അതിൽ മാറ്റമൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ എക്സോസ്റ്റ് വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും കമൻറ്റും കൂടെ ചെയ്തോ. വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. RRP നമ്മളുടെ കയ്യിരുന്ന കളറുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച് സമാധാനം കിട്ടി. വാവ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ ടണലത്തിരിക്കുന്നതായിരിക്കും കളർ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. വാവ്, മതി ഗൈസ്. ഒന്നാമത് ഇതിൽ റിസർവാണ്. ഇപ്പോൾ പമ്പ് വരെയെങ്കിലും പോകാൻ വേണ്ടി ഫീൽ വേണമല്ലോ. അപ്പോൾ എന്തായാലും നിലവിൽ ഇങ്ങനെ എടുത്ത് കാർ ഷെഡ് വയ്ക്കാം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. സംഭവം വരുമ്പോൾ ഊരിയെടുക്കുക, അടുത്തത് വയ്ക്കുക. വാവ്, നമ്മൾ ഫോർക്കൊക്കെ സെറ്റാക്കിയിട്ട് ഇതുവരെ ഒരു യാത്ര പോയില്ല. ഇത് കാരണമാണ് നമ്മളിത് വെച്ചിട്ട് ഒരിടത്ത് പോകാൻ പറ്റുന്നത്. കാരണം ഫോർക്ക് ഓയിൽ ലീക്കായി കഴിഞ്ഞാൽ വൺ പണിയാണ്. ഇവിടെ നമ്മൾ ലോക്കൽ ഈ റബ്ബറൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഇതിനൊരു കവർ അങ്ങനെ എന്തോ പേര് പറയും. കണ്ടോ, ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തട്ടിക്കാതെ പറ്റും. ലീക്കൊന്നുമില്ല. നമ്മൾ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് അപ്പർ സൈഡും. ഇത് ഊരിക്കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ഇല്ല, അതില്ല വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ തിരുക്കി കയറ്റി വയ്ക്കാം. ഓക്കെ, സെറ്റായി. അത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ പോവാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. കാരണം അതൊക്കെ മാറ്റി. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്. അന്നാണ് നമ്മളെ MVD തൂക്കിയത്. സാരമില്ല, നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് ചൂടാവും കേട്ടോ. മറ്റേ സംഭവം പെട്ടെന്നൊന്നും ചൂടാവില്ല. കേൾക്കാൻ രസമുണ്ടെങ്കിലും മൈലേജിന് വലിയ രസമില്ല, പിന്നെ എൻജിന് വലിയ രസമില്ല. അതുകൊണ്ടാണ് മാറ്റിയത്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് കാർ ഷെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കും, വേറെ സീനൊന്നുമില്ല. ഇനി ഇതൊക്കെ എടുത്ത് മൂടി വയ്ക്കാം. എന്തേ, അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ. ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് ഈ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ള നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ലൈക്ക് അടിക്കുക. പിന്നെ പറഞ്ഞ കാര്യം മറക്കേണ്ട, RRP എക്സോസ്റ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, DM ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.